രൂത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. എന്നാൽ രൂത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പുസ്തകമാണ്. 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിൽ ദൈവം ഒത്തിരി ആത്മീക സത്യങ്ങൾ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രം പിറക്കിയെടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് നാം വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, എലിമലേക്കും നയോമിയും മകളോനും കില്യോനും സന്തോഷത്തോടെ ബേത്ലഹേമിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്ഷാമം വന്നു. അപ്പോൾ എലിമലേക്ക് ഒരു തീരുമാനമെടുത്തു, ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുവാനായിട്ട്. ദൈവത്തിന്റെ നഗരം വിട്ട്, അപ്പത്തിന്റെ ഭവനം വിട്ട്, ജാതീയ പട്ടണമായ മോവാബിലേക്ക് പോകുവാൻ ഒരു തീരുമാനമെടുത്തു. അവർ പോയി. അവിടെ ചെന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എലിമലേക്ക് മരിച്ചുപോയി. അതിനുശേഷം മകളോന്റെയും കില്യോന്റെയും ജയനാണ് തീരുമാനമെടുക്കാനുള്ളത്. അവരൊരു തീരുമാനമെടുത്തു, മോവാബി സ്ത്രീകളെ വിവാഹം കഴിക്കുവാനായിട്ട്. ജാതികളുമായി ഇടകലരരുത്, ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കരുത്, അവർക്ക് വിവാഹത്തിന് കൊടുക്കരുത് എന്ന ദൈവത്തിന്റെ നിയമം നിലനിൽക്കെ അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. 2 പേരും മോവാബിൽ വെച്ച് പട്ടുപോയി. അതിനുശേഷം നയോമിയുടെ ടേൺ വന്നു. അവൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ബേത്ലഹേമിലേക്ക് തിരിച്ചു പോവുകയാണെന്ന്. തന്റെ മരുമക്കളെ 2 പേരെയും വിളിച്ചിട്ട് അവരുടെ മാതാപിതാക്കളുടെയും കുലദൈവങ്ങളുടെയും അടുത്തേക്ക് മടങ്ങി പോകുവാൻ പറഞ്ഞു. ഓർപ്പ നോക്കിയപ്പോൾ വൃദ്ധയായ ഈ വിധവയോടുകൂടെ പോകുന്നതിനേക്കാൾ എന്റെ മാതാപിതാക്കളുടെയും കുലദൈവങ്ങളുടെയും അടുത്തേക്ക് പോകുന്നതാണ് പ്രാക്ടിക്കലി ബുദ്ധി എന്ന് ചിന്തിച്ചിട്ട് അവൾ ചുംബിച്ചു പിരിഞ്ഞു. അതിനുശേഷം അവളുടെ പേര് ഈ പുസ്തകത്തിൽ പറയുന്നില്ല. അതിനുശേഷം രൂത്തിന്റെ ടേൺ വന്നു. രൂത്ത് പറഞ്ഞു, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇസ്രയേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്റെ മാതാപിതാക്കളുടെയോ കുലദൈവങ്ങളുടെയോ അടുത്തേക്ക് പോകുന്നില്ല. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും പോകുമെന്ന് പറഞ്ഞ് ബേത്ലഹേമിലേക്ക് പോകുവാൻ ഒരു സ്ട്രോങ് ഡിസിഷൻ അവൾ എടുത്തു. അവർ ഒറ്റ തീരുമാനം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. മോവാബി സ്ത്രീ, ശപിക്കപ്പെട്ടവൾ, 10 തലമുറ പോലും ദേവാലയത്തിൽ കയറുവാൻ അനുവാദമില്ലാത്തവൾ, യേശുവിന്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ചു. നാം ദൈവത്തോട് ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊവിഷനും പ്രൊട്ടക്ഷനും ഗൈഡൻസും അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു കെണിയായി തീരും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൾ ബേത്ലഹേമിലെത്തി. യവക്കൊയ്ത്തിന്റെ സമയമാണ്. അവൾ ബോവസിന്റെ വയലിലേക്ക് കതിർ പറക്കാൻ എത്തുകയാണ്. ബോവസ് എന്ന് പറയുമ്പോൾ പഴയ നിയമ പശ്ചാത്തലമാണ്. യേശുവിന്റെ ടൈപ്പായി, യേശുവിന്റെ നിഴലായി ഒരു വീണ്ടെടുപ്പുകാരന്റെ റോളിലാണ് അവൾ നിൽക്കുന്നത്. അപ്പം ബോവസ് രൂത്ത് വന്നത് അറിഞ്ഞുകൊണ്ട് രൂത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് രൂത്തിനോട് പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മായിയമ്മയ്ക്ക് ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. അപ്പനെയും അമ്മയെയും കുലദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും വിട്ട് വൃത്തിയായ വിധവയോടുകൂടെ പുതിയ ഒരു സ്ഥലത്തേക്ക്, ഭാഷയോ കൾച്ചറോ ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മാത്രം ആശ്രയിച്ചവൾ വന്നിരിക്കുകയാണ്. അവിടെയാണ് അവളുടെ തീരുമാനത്തിന്റെ ആഴം കിടക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് അവൾ വരികയാണ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ബോവസ് പിന്നെയും പറയുകയാണ്, നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. പൂർണ്ണ ആശ്രയം വെച്ച് വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം അവൻ തരട്ടെ. പൂർണ്ണ പ്രതിഫലം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും 100% അനുഗ്രഹം ബോവസ് പറയുകയാണ്. അവളെ ദൈവം അനുഗ്രഹിച്ചു, അവൾക്കത് കിട്ടി. അവൾ യേശുവിന്റെ ഒരു വല്യമ്മച്ചിയുടെ സ്ഥാനത്തേക്ക് വന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവള് വയലിൽ നിന്ന് കളത്തിലേക്ക് വരികയാണ്. കളം എന്ന് പറയുമ്പോൾ ആ വയലിലെ ധാന്യങ്ങളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലമാണ്. ആ വയലിന്റെ ഉടമസ്ഥൻ ഇരിക്കുന്ന സ്ഥലമാണ്, ക്രഷിംഗ് ഫ്ലോർ. അവൾ ബോവസിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൾ ബോവസിനോട് ഒരു ആത്മബന്ധത്തിലാവുകയാണ്. അതാണ് 3-ാം അധ്യായത്തിൽ കിടക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബോവസ് അവളെ വീണ്ടെടുക്കുകയാണ്, അവളെ വിവാഹം കഴിക്കുകയാണ്, ഭാര്യയായിട്ട് തന്റെ വീട്ടിലേക്ക് ചേർത്ത് കൊള്ളുകയാണ്. അപ്പൊ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പട്ടണത്തിന്റെ മൂപ്പന്മാർ പട്ടണവാദികളിൽ നിന്ന് രൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്.
ഇവിടെ ലേയും റാഹേലും ഇസ്രായേൽ ഗ്രഹം പണിതു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കല്ലും മണ്ണും വെച്ച് ഫിസിക്കൽ സ്ട്രക്ചർ പണിയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗോത്രപിതാക്കന്മാർ 12 പേരെയും വളർത്തി അവരെ ദൈവത്തിന്റെ ജനമാക്കി, ഇസ്രായേൽ ജനമാക്കി മാറ്റിയത് ഈ 2 സ്ത്രീകളാണെന്ന് ഈ വചനം പറയുന്നു. നമ്മുടെയൊക്കെയും വീടിന്റെ ടൈറ്റിൽ പേജിൽ അപ്പന്മാരുടെ പേരാണെങ്കിലും ആ വീട്ടിൽ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നതും ആ വീടിനെ ആത്മീയമായി പണിയുന്നതും ആ വീട്ടിലെ സ്ത്രീകളാണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തരുമാണ്. ഇതാണ് രൂത്തിന്റെ പുസ്തകത്തിലെ കഥ. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പശ്ചാത്തലം ഈ 4 അധ്യായങ്ങളിൽ മറഞ്ഞു കിടക്കുകയാണ്. 1-ാം അധ്യായത്തില് രൂത്ത് മോവാബ് ദേശത്താണ്. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്നും വളരെ അകലെ മോവാബിലായിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ അവൾ ബോവസിന്റെ വയലിലേക്ക് വരികയാണ്. 3-ാം അധ്യായത്തിൽ വയലിന്റെ കളത്തിലേക്ക് വരികയാണ്. ബോവസുമായി ഒരു ആത്മബന്ധത്തിൽ അവിടെ വരികയാണ്. 4-ാം അധ്യായത്തിൽ ബോവസ് അവളെ തന്റെ ഭാര്യയായി തന്റെ വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ്. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നു. ഇനി ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ചിന്തിക്കാൻ, നമ്മൾ ഈ അധ്യായങ്ങളിൽ എവിടെയാണ്? ദൈവവുമായുള്ള ബന്ധത്തിൽ നാം മോവാബിന്റെ ദൂര സ്ഥലങ്ങളിലാണ്. ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ വളരെ ദൂരെ നാം ആയിരിക്കുന്നുവോ? മോവാബിന്റെ പച്ചപ്പിൽ ലോകത്തിന്റെ മോഹങ്ങളിൽ നാം കുടുങ്ങി കിടക്കുകയാണോ? അതോ 2-ാം അധ്യായത്തിലെ പോലെ നാം ബോവസിന്റെ വയലിലാണോ? വയലാകുന്ന സഭയിലാണോ? സഭയുടെ വരമ്പുകളിൽ കൂടി നാം നടക്കുകയാണോ? ഒരു സൂപ്പർഫിഷ്യൽ ബന്ധം മാത്രമേ നമുക്കുള്ളോ? ദൈവവുമായി നാം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാമമാത്ര ക്രിസ്ത്യാനിയാണോ നാം? ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണോ നാം? അതോ നാം കളത്തിലാണോ? 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധത്തിൽ, ഒരു ഇൻസെപ്പറബിൾ ലവിലാണോ നാം ആയിരിക്കുന്നത്? കളത്തിൽ നിന്ന് മാത്രമേ ദൈവം തന്റെ മണവാട്ടിയെ അവസാനം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം നമ്മുടെ ആത്മീയ അവസ്ഥ എവിടെയാണെന്ന്. ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ആത്മീയമായി വളരുവാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം സഭയായി മാതാവിനെ ഓർക്കുന്ന ദിവസമാണല്ലോ. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ തലമുറയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കന്യകയായ നിഷ്കളങ്കയായ മാതാവിനെ തന്റെ പുത്രന് മാതാവായിട്ട് തിരഞ്ഞെടുത്തു. 9 മാസം യേശു അവളുടെ ഉള്ളിൽ വസിച്ചു. അവൾക്ക് തുല്യായ ഒരു സ്ത്രീ അതിന് മുൻപോ അതിന് പിൻപോ ഒരിക്കലുമില്ല. അതുകൊണ്ട് നാം ഇന്നും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു. ഇനിയും നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ നമ്മെയും ഇതേ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉദ്ദേശം വേറെയാണ്. തന്റെ പ്രിയപുത്രനെ, തന്റെ ഏകപുത്രന് മണവാട്ടിയായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. നാം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിടാതെ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ പെട്ടുപോകാതെ ഒരു വിശുദ്ധ ജീവിതം നാം നയിച്ചാൽ ഈ കളത്തിൽ നിന്ന് ആ അന്ത്യനാളിൽ നമ്മുടെ ദൈവം നമ്മെയും മണവാട്ടിയായിട്ട് തന്റെ വീട്ടിലേക്ക് ചേർത്തുകൊള്ളും. അതിനൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദൈവം തരട്ടെ. സകല മാനവും മഹത്വവും എന്റെ തിരുമേനിക്ക് മാത്രം എന്നുമായിരിക്കട്ടെ.